അങ്ങനെ മെഫിസ്റ്റോ ഹാസ് മെയ്ഡ് ഹിസ് ഡെബ്യൂ ഇൻ MCU ഫൈനലി. ഇന്ന് വരും, നാളെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി മെഫിസ്റ്റോ വന്നിരിക്കുകയാണ്. അതും വാണ്ടാവിഷൻ, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ലോക്കി, അഗത ഓൾ അലോങ് ഇതിലെല്ലാം വരും എന്ന് പറഞ്ഞിട്ട് വളരെയധികം റൂമേഴ്സും വളരെയധികം ഓവർ ഹൈപ്പൊക്കെ നൽകി. മെഫിസ്റ്റോ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വന്നിരിക്കുകയാണ് മെഫിസ്റ്റോ, അതും അയൺ ഹാർട്ട് എന്ന സീരീസിലൂടെ. സോ ഈ ഒരു ക്യാരക്ടർ, അതായത് മെഫിസ്റ്റോ എന്ന ക്യാരക്ടറിനെ പ്ലേ ചെയ്യുന്നത് സാഷ ബാരൻ കോഹൻ എന്നൊരു ആക്ടറാണ്. സോ ഇദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ് ആണ് ഡിക്റ്റേറ്റർ. ഡു ചെക്ക് ഔട്ട് ദാറ്റ് ഫിലിം, സോ ഫണി. ആൻഡ് ആ ഒരു സിനിമയിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു മികവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നൗ ഹീസ് ഇൻ ദ മാർവൽ യൂണിവേഴ്സ്. ആൻഡ് മറ്റുള്ള ക്യാരക്ടേഴ്സ്, അതായത് ചില വില്ലനെയൊക്കെ കൊണ്ടുവന്ന് ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞ പോലെ ഈ ഒരു ക്യാരക്ടറിനെ കളയാൻ ചാൻസ് ഇല്ല. കാരണം മെഫിസ്റ്റോ എന്നൊരു ക്യാരക്ടർ ഈ ഒരു സീരീസിൽ തന്നെ ലാസ്റ്റ് നമുക്കൊരു കുറച്ച് ഒരു നല്ലൊരു ഇമ്പാക്റ്റ് നൽകുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ മാർവൽ സീരീസിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ സീരീസിൽ കൊണ്ടുവരികയും ചെയ്തു. ബട്ട് അതേ സമയം അദ്ദേഹത്തിൻ്റെ പവേഴ്സോ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ബിക്കോസ് ഹി വാസ് ഇൻ എസ് ഹ്യൂമൻ ഫോം ഇൻ ദാറ്റ്. ആൻഡ് നമുക്കതിൽ വലുതായിട്ട് മെഫിസ്റ്റോൻ്റെ ആ ഒരു ഹീഡിയസ് വേർഷൻ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. സോ നമുക്ക് മെഫിസ്റ്റോനെ കുറിച്ച് കൂടുതലൊന്ന് നോക്കിയാലോ. മെഫിസ്റ്റോ, മാർവൽ യൂണിവേഴ്സിലെ ഡെവിൾ അല്ലെങ്കിൽ സാത്താൻ. ഹീസ് നോട്ട് ജസ്റ്റ് എ വില്ലൻ, ഹീസ് എ മാനിപ്പുലേറ്റർ ഓഫ് സോൾസ്, ദ ട്രൂ ഡീമൻ ബിഹൈൻഡ് ദ സീൻസ്. സോ ഇദ്ദേഹത്തിനെ ലോർഡ് ഓഫ് ഹെൽ എന്ന രീതിയിലാണ് മാർവൽ മൾട്ടിവേഴ്സിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഹെല്ലിൻ്റെ കാര്യത്തിലോട്ട് നോക്കുവാണെങ്കിൽ മാർവലിൽ കുറേയധികം ആഫ്റ്റർ ലൈഫ്സ് ഉണ്ട്. ലൈക്ക് വാൽഹാള ആൻഡ് നമ്മുടെ മൂൺ നൈറ്റ് സീരീസിൽ കണ്ട ഈജിപ്തിയൻ ആഫ്റ്റർ ലൈഫ്. സോ അതുപോലെ കുറേയധികം ആഫ്റ്റർ ലൈഫ്സ് MCUവിൽ തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ബട്ട് കോമിക്സിലോട്ട് നോക്കുവാണെങ്കിൽ കുറേയധികം വേറെ ടൈപ്പായിട്ടുള്ള കുറേയധികം ഹെല്ല് നമുക്ക് മാർവൽ കോമിക്സിൽ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ തോർ റാഗ്നറോക്ക് എന്ന സിനിമയിൽ ഹെല്ലിൻ്റെ പ്രിൻസസ് ആണ് ഹെല. സോ അവിടുത്തെ ഹെല്ല് റൂൾ ചെയ്യുന്ന ഒരാളാണ് ഹെല. സോ അതേ ഒരു രീതിയിൽ തന്നെ ഒരു ഡയമെൻഷൻ, അതായത് ഒരു റെലം റൂൾ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മെഫിസ്റ്റോ. സോ മെഫിസ്റ്റോൻ്റെ ആക്ച്വൽ റെലം ഹെല്ലാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അല്ല. ആ ഒരു റെലത്തിനെ എപ്പോഴും മെഫിസ്റ്റോ മെൻഷൻ ചെയ്യുന്നത് ഹിസ് വേർഷൻ ഓഫ് ദ ഹെൽ എങ്ങനെയാണ് പറയണത്. ബട്ട് മെഫിസ്റ്റോ എന്നൊരു ക്യാരക്ടർ ഡെവിൾ ആണോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ അത് ഡിനൈ ചെയ്തിട്ടുമില്ല. അതേസമയം മാർവലിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ നൽകിയിട്ടില്ല. കാരണം ഈ ഒരു ക്യാരക്ടർ, അതായത് മെഫിസ്റ്റോ എന്നൊരു ക്യാരക്ടറിന് ഇതുവരെയ്ക്കും മാർവൽ ഒരു പ്രോപ്പർ ഒറിജിൻ സ്റ്റോറി നൽകിയിട്ടില്ല. ചില ഫ്രാഗ്മെൻ്റ് എന്ന രീതിയിൽ ചിലയിടത്തൊക്കെ എവിടെ നിന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു അപ്ബ്രിങ്ങിങ് ഉണ്ടോ എന്ന് ചെറിയ രീതിയിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് അപ്പ് ടു ദ മാർക്ക്, വി കുഡ് സേ ലൈക്ക് ദാറ്റ്. പിന്നെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബീയിങ് ഇൻ മാർവൽ എന്ന് തന്നെ പറയാം മെഫിസ്റ്റോ. ആൻഡ് ഈസ് ആക്ച്വലി ദ ഡെവിൾ. കാരണം ലൈക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റാൻലിയാണ്. സോ സ്റ്റാൻലി ഈ ഒരു ക്യാരക്ടറിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിൽവർ സർഫർ ഇഷ്യൂ നമ്പർ 3 സോ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പം ഡെവിൾ, അതായത് സാത്താൻ എന്ന രീതിയിലാണ് മാർവലിലോട്ട് ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത്. സോ അതിന് ശേഷം ഈ ഒരു ക്യാരക്ടറിനെ ലൈക്ക് റിലീജിയസ് ഇഷ്യൂസൊക്കെ കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് മാറ്റേണ്ടി വന്നു. അങ്ങനെയാണ് മെഫിസ്റ്റോ എന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് വന്നത്. സോ മെഫിസ്റ്റോ എന്ന് പറഞ്ഞ ഒരു പേരിൻ്റെ പുറകിലുള്ള കഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, സോ ഒരു ഏൻഷ്യൻ ജർമ്മൻ ഫ്ലോക്ലോറിൽ മെഫിസ്റ്റോഫെലിസ് എന്ന് പറഞ്ഞൊരു ഡിമോണിക് ഫിഗർ ഉണ്ട്. സോ ഈ ഒരു ഡിമോണിക് ഫിഗറിൻ്റെ മെയിൻ പർപ്പസ് എന്തെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്തുനിന്ന് അവരുടെ ആത്മാവുകൾ തട്ടിപ്പറിക്കുക എന്നതായിരുന്നു. സോ ഈ ഒരു ഡിമോണിക് ഫിഗറിൽ നിന്ന് ഇൻസ്പയർഡ് ആക്കിയിട്ടാണ് മെഫിസ്റ്റോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ സ്റ്റാൻലി ക്രിയേറ്റ് ചെയ്തത്. സോ ആക്ച്വലി സ്റ്റാൻലിയുടെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞാൽ മാർവലിൽ ഒരു ഡെവിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ആൻഡ് ഹീ ഈസ് ആക്ച്വൽ ഡെവിൾ. സോ ഈ ഒരു മെഫിസ്റ്റോ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിമോണിക് ഫിഗർ ചെയ്യുന്ന പോലെ തന്നെ ആൾക്കാരുടെ സോളുകൾ തട്ടിപ്പറിക്കുകയാണ് മെഫിസ്റ്റോയുടെ ഒരു കൗതുകം. സോ എവിടെ അധികം സോളുകളുണ്ടോ, എവിടെ ഒരു വൾണറബിൾ സോൾ ഉണ്ടോ അതിനെ പോയി ഹണ്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ മെഫിസ്റ്റോൻ്റെ മെയിൻ പർപ്പസ്. സോ ഈ സോളുകളെല്ലാം കളക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ റെലം, അദ്ദേഹത്തിൻ്റെ ഹെല്ലിൽ കൊണ്ടുപോവുകയാണ് മെഫിസ്റ്റോ ചെയ്യുന്നത്. ഇറ്റ് വിൽ മേക്ക് ഹിം മോർ പവർഫുൾ. ആൻഡ് ഇറ്റ്സ് സോർട്ട് ഓഫ് എ കളക്ടിങ് തിങ് ഫോർ ഹിം, കളക്ടിങ് സോൾസ്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിൽ നിന്നും ഓരോ പോയിന്റിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ വീക്ക് പോയിന്റ് കണ്ടെത്തി അവരെ ഹണ്ട് ചെയ്ത് അവരുടെ സോള് കളക്ട് ചെയ്യുകയാണ് നമ്മുടെ മെഫിസ്റ്റോൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ മെഫിസ്റ്റോൻ്റെ കാര്യത്തിലോട്ട് നോക്കുവാണെങ്കിൽ ഹീ പ്ലേഡ് മെനി ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ മെനി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ലൈഫ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗോസ്റ്റ് റൈഡറിൻ്റെ കാര്യത്തിലോട്ട് നോക്കുവാണെങ്കിൽ ജോണി ബ്ലേസ് സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ്, അതായത് ഗോസ്റ്റ് റൈഡറായി മാറിയത് മെഫിസ്റ്റോ കാരണമാണ്. ആൻഡ് ദ ആക്ച്വൽ റീസൺ ഇസ് ഫോർ മെഫിസ്റ്റോ ടു മേക്ക് ഗോസ്റ്റ് റൈഡർ വാസ്, അതായത് അദ്ദേഹത്തിന് ഒരു ഹീറോ ആക്കാൻ വേണ്ടിയിട്ടല്ല. ആക്ച്വലി ഗോസ്റ്റ് റൈഡർ ഒരു ഹീറോ അല്ല, ഒരു ആൻറ്റി ഹീറോ ആണ്. സോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സോൾ കളക്ട് ചെയ്ത് ഹണ്ട് ചെയ്യുക എന്നതാണ് മേജർലി നമ്മുടെ മെഫിസ്റ്റോ ഗോസ്റ്റ് റൈഡറിനെ ഉണ്ടാക്കാൻ പറ്റിയ കാരണം.
പക്ഷെ അതിനുശേഷം ഗോസ്റ്റ് റൈഡർ മെഫിസ്റ്റോയ്ക്കെതിരെ തിരിയുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പിന്നീട് വേറൊരു കഥയിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിൻ സ്റ്റോറിയിലും വളരെയധികം വലിയൊരു വൈറ്റൽ റോൾ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മെഫിസ്റ്റോ. അതായത് ആക്ച്വലി സിന്ധ്യ വോൺ ഡൂമിൻ്റെ സോളിന് പകരം സിന്ധ്യ ഡൂം നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ അമ്മ അവരുടെ സോളിന് പകരം മെഫിസ്റ്റോയായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുകയും ആ ഒരു ഡീലിൽ മെഫിസ്റ്റോ അവരുടെ സോൾ എടുത്തുകൊണ്ട് ഹെല്ലിലേക്ക് പോവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ കുറേയധികം ഇവൻറ്റ്സ് നടന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആക്ച്വലി ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിൻ സ്റ്റോറിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതേസമയം ഇൻസ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് മെഫിസ്റ്റോ എന്ത് റോളാണ് ഡോക്ടർ ഡൂമിൻ്റെ ആ ഒരു ഒറിജിൻ സ്റ്റോറിയിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല പിന്നീട് ഈ ഒരു അമ്മയുടെ സോള് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഡോക്ടർ ഡൂം കുറേയധികം പ്രാവശ്യം മെഫിസ്റ്റോ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ടൈം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒപ്പം ഡോക്ടർ ഡൂം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഫിസ്റ്റോനെ. ബട്ട് ഹി ഹാസ് നെവർ വൺ അഗെയിൻസ്റ്റ് മെഫിസ്റ്റോ. കാരണം മെഫിസ്റ്റോൻ്റെ സ്വന്തം റലത്തിൽ അദ്ദേഹം വളരെയധികം പവർഫുള്ളാണ്. മെഫിസ്റ്റോൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ സ്വന്തം ടർഫിൽ ഹീ ഈസ് സോ പവർഫുൾ. അദ്ദേഹത്തിനെ ഒട്ടും ഡിഫീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ആൻഡ് ഹീ ഈസ് ആക്ച്വലി ഇമ്മോർട്ടൽ. മെഫിസ്റ്റോ എന്ന് പറയുമ്പോൾ ഹീ ഈസ് ദ ആക്ച്വൽ ഡെവിൾ ആൻഡ് ഹീ നോസ് എവറിത്തിങ്. ഈസ് ദ റിയൽ ഡീൽ. സോ മെഫിസ്റ്റോ എന്ന് പറയുന്ന ക്യാരക്ടർ പിന്നെ മാത്രമല്ല ഇൻഫിനിറ്റി ഗൗൺലെറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം നമ്മുടെ താനോസിനെ വരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് മെഫിസ്റ്റോ. പിന്നെ നമ്മുടെ വാൻഡ വിഷൻ്റെ സ്റ്റോറിയിലോട്ട് നോക്കുകയാണെങ്കിൽ വാൻഡയുടെ 2 പിള്ളേരുടെ ആ ഒരു കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ദേ ആർ ദ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് മെഫിസ്റ്റോ. അപ്പോൾ ആ ഒരു സ്റ്റോറി ലെഡ് ടു അനദർ. അത് കഴിഞ്ഞ് പിന്നെ വാൻഡ വിൽ ടേൺ റോഗ് ആൻഡ് ഷീ വിൽ ട്രൈ ടു ഡിസ്ട്രോയ് ഓൾ മ്യൂട്ടൻസ്. അതൊക്കെ ഒരു സ്റ്റോറിയിലോട്ട് പോകുന്നത് അതൊക്കെ മേജർ സ്റ്റോറിയാണ് കോമിക്സിൽ. പിന്നെ സ്പൈഡർമാൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ആൻമേ വാസ് ബെഡ് റിഡൻ ആൻഡ് ആൻമേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മെഫിസ്റ്റോ ആയിട്ട് വരെ സ്പൈഡർമാൻ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോളിന് എതിരായിട്ട്. ആൻഡ് അവിടെ ലൈക്ക് അത് മേരി ജെയിൻ ഇൻവോൾവ് ആണ്. ആൻഡ് മേരി ജെയിൻ വിൽ കംപ്ലീറ്റ്ലി ഫോർഗെറ്റ് സ്പൈഡർമാൻ. ലൈക്ക് നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് സിനിമയിൽ ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ആക്ച്വലി മെഫിസ്റ്റോ ആണ് ചെയ്തിട്ടുണ്ടായത്. ലൈക്ക് മേരി ജെയിനെ സ്പൈഡർമാൻ അതായത് പീറ്റർ പാർക്കർ എന്നൊരു ഐഡൻറ്റിറ്റി തന്നെ എറേസ് ചെയ്ത് കളഞ്ഞു മേരി ജെയിൻ്റെ മൈൻഡിൽ നിന്ന്. അത് മെഫിസ്റ്റോ ആണ് കോമിക്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെഫിസ്റ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറേയധികം ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്തിട്ടുണ്ട് കുറേയധികം ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറിയിൽ. ആൻഡ് നൗ ഈസ് ഇൻ ദ MCU. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ഡൂമായിട്ട് വളരെയധികം ലൈക്ക് ടൈറ്റ്സ് ഉള്ള ഒരു ക്യാരക്ടറും കൂടെയാണ് മെഫിസ്റ്റോ. സോ ലൈക്ക് വി ഓൾ നോ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ക്യാരക്ടർ വരാൻ പോവുകയാണ്. സോ മെഫിസ്റ്റോ ഈസ് ഓൾസോ ഇൻട്രൊഡ്യൂസ് ഇൻ MCU. സോ ലെറ്റ്സ് സീ എ ഷോ ഡൗൺ ബിറ്റ്വീൻ ദം. നമുക്കത് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ നമുക്ക് കാണാം. ആൻഡ് ഈ അയൺ ഹാർട്ട് എന്ന സീരീസിൽ മെഫിസ്റ്റോനെ കുറേയധികം ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. ലാസ്റ്റ് എപ്പിസോഡിൽ കുറച്ച് നേരം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇച്ചിരി ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ബട്ട് ആക്ച്വലി സീരിയസ് ഫോം ഒന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈവിൾ ഫേസ് ഹി വാസ് ഇൻ എ ഹ്യൂമൻ ഫോം. ആൻഡ് അത് ഇറ്റ് വാസ് എ ഗുഡ് തിങ് ആക്ച്വലി. ലൈക്ക് ബിഗ് സ്ക്രീനിൽ കാണേണ്ട ഒരു കാഴ്ചയാണത്. ലൈക്ക് ദ റിയൽ ഫേസ് ഓഫ് മെഫിസ്റ്റോ. ആൻഡ് നമുക്ക് ഏതായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. മെഫിസ്റ്റോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ആസ് ഡെഡ്ലി ആസ് പോർട്രേ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് മെഫിസ്റ്റോ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും താഴെ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഡു ഷെയർ ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇഫ് യു ആർ ന്യൂ ടു ദ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഡു ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.